മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് യമനിലെ ജയിലിലെത്തി. ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ എടപ്പാളിന് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് നിമിഷപ്രിയ ഇക്കാര്യം അറിയിച്ചത്. ഞാൻ ഇപ്പോൾ പാനാണ്ട് ശേഷം ഇവിടുത്തെ കുറച്ചു നേരം മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചൊരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് അവർ തന്നെ ഫോണിൽ ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, അങ്ങനെ ഒടുവിൽ ഉത്തരവ് വന്നിരിക്കുകയാണ്. വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് യമനിലെ ജയിലിലെത്തിയിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആക്ഷൻ കമ്മിറ്റി കൺവീനർ ജയൻ എടപ്പാളിന് ലഭിച്ച ഒരു ശബ്ദ സന്ദേശമാണിത്. അതായത് ഒരു അഭിഭാഷക തന്നെ വിളിച്ചിരുന്നുവെന്നും തന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിലിലെത്തി എന്നുമാണ് ഈ അഭിഭാഷക അറിയിച്ചത് എന്നുള്ളത് ദുരൂഹമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർക്കാണ് ഈ സന്ദേശം ലഭിച്ചിട്ടുള്ളത്. ഇവരുടെ മോചനത്തിനായി ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ അഭിഭാഷകരൊക്കെ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദുരൂഹമായി ഒരു ഫോൺ കോളും അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ ഈ ശബ്ദ സന്ദേശവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി ബസന്ത്, ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവാണ് യമനിലെ ജയിലിലെത്തിയിരിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ എടപ്പാളിന് അയച്ച സന്ദേശമാണ് നമ്മൾ കേട്ടത്. പി ബസന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.